സപ്ലൈകോയ്ക്ക് 2000 കോടി വകയിരുത്തിയിട്ടുണ്ടെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ബജറ്റിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ 70 കോടി രൂപ കൂടുതൽ ലഭിക്കും. സപ്ലൈകോയിൽ സാധനങ്ങളുടെ ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ബജറ്റ് ചർച്ചയിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു ധനമന്ത്രി. 900 കോടി ബഡ്ജറ്റിൽ വെക്കുമ്പോഴാണ് ശരാശരി 2000 കോടിയിലധികം കൊടുക്കുന്നത്. ഈ വർഷം ഞാനിവിടെ പറയുന്നു 2000 കോടി, 1930 2000 കോടി ആ ഇനത്തിൽ ബാക്കിയും കൂടി വെച്ച് 2000 കോടി തന്നെ ഈ ഭക്ഷ്യ വിതരണ മേഖലയിലേക്ക് മാറ്റിവെക്കും സാർ. വിദേശ സർവകലാശാല വിഷയത്തിൽ മലക്കം മറിഞ്ഞ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നാണ് ബജറ്റിൽ പറഞ്ഞത്. ഇത്തരം ചർച്ചകൾ പോലും പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങളും ചർച്ചകളും വേണം. വിദേശ സർവകലാശാലയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. CPM അല്ല എല്ലാ നയവും ഗവൺമെന്റ് നടത്താൻ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ചെയ്യും. കാരണം ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല ഇവിടെ. പക്ഷേ പൊതുവായ മാനദണ്ഡങ്ങൾ നോക്കിയേ പറ്റൂ. ഇത്തരം ചർച്ചകൾ പോലും പാടില്ല എന്ന് പറഞ്ഞൊരു ചർച്ച വരുന്നത് ശരിയല്ല. വി.എ. ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ ഒരു വലിയ വിവാദമായത് രൂപപ്പെടുകയും മുന്നണിക്കകത്ത് നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് രൂപപ്പെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം. ഭക്ഷ്യവകുപ്പിനെ തഴഞ്ഞു, സപ്ലൈകോയ്ക്ക് തുകയില്ല, വേണ്ടത്ര തുക നൽകിയില്ല എന്നൊക്കെയുള്ള CPIയുടെ പരാതി. ഈ വിഷയങ്ങളിലൊക്കെ ധനമന്ത്രി സഭയിൽ നിലപാട് വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ഗിരീഷ്? റിജിത്ത്, നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതു ചർച്ചകൾക്കുള്ള മറുപടിയിലാണ് ധനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ ചില പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം തന്നെ വിവാദമായ സപ്ലൈകോയ്ക്ക് തുക അനുവദിച്ചില്ല എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. സപ്ലൈകോ ഉൾപ്പെടെയുള്ള പൊതുവിതരണ സംവിധാനത്തിന് ബജറ്റ് വിഹിതം 2001 കോടി രൂപയായി ഉയർത്തുകയാണ് ഇപ്പോൾ ചെയ്തത്. നേരത്തെ 1930 കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചിരുന്നത്. ഇക്കാര്യത്തിൽ മുൻ വർഷത്തെ പോലെ തന്നെ 2000 കോടിയിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ സർക്കാർ ഭൂമികളുടെ സംരക്ഷണ പദ്ധതിക്കായി പ്രത്യേക തുക അനുവദിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്കായി 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പെൻഷനുമായി ബന്ധപ്പെട്ട ധനമന്ത്രി വ്യക്തമാക്കിയ ചില നിലപാടുകളാണ്. ക്ഷേമ പെൻഷൻ ഇപ്പോൾ എന്തായാലും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിലവിലുള്ള കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിനുള്ള വിഹിതം 120 കോടി രൂപയായും ധനമന്ത്രി ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റമാണ്. വിദേശ സർവകലാശാലകളുടെ കാര്യം നേരത്തെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ CPIയിൽ ഉൾപ്പെടെ വിമർശനം ഉയരുകയും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന വിമർശനം വലിയ തോതിൽ ഉയരുകയും ചെയ്തു. തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ തന്നെ ഇക്കാര്യത്തിലുള്ള പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ നിലപാട് മാറ്റം വന്നിരിക്കുന്നത്. വിദേശ സർവകലാശാലകൾ എന്നത് ഒരു നയമായി പ്രഖ്യാപിച്ചിട്ടില്ല, മറിച്ച് പൊതു ചർച്ചകൾ വേണമെന്ന അഭിപ്രായമാണ് ബജറ്റിൽ മുന്നോട്ട് വെച്ചതെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. ശ്രീജിത്ത്, ശരി. വി.എ. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.